ഞാൻ മനസ്സിലാക്കുന്നു. ഷിജുവിന് തടസ്സപ്പെടുത്താതിരിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്റെ 2 വാക്കുകൾ താങ്ങാൻ സാധിക്കുന്നില്ല ഷിജുവിന്. ഷിജു എന്തൊക്കെ സംസാരിച്ച് ഞാൻ മിണ്ടാതിരുന്നില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കണം മിസ്റ്റർ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ജോൺ ബ്രിട്ടാസിലും അവിശ്വാസം രേഖപ്പെടുത്താൻ ഇടയായ ഒരു സാഹചര്യം എന്താണ്? ഈ 4.25 കോടിയുടെ വാസ്തവം എന്താണ്? മാധ്യമ ഉപദേഷ്ടാവാണ്, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാണ് ശ്രീ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം ഞങ്ങളെപ്പോലെ ഒരു കേവലം മാധ്യമപ്രവർത്തകൻ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിവുള്ളതും മുഖ്യമന്ത്രിക്ക് അറിയാതെ പോയതുമായ ആ സംഗതിയുടെ വാസ്തവം കൂടി താങ്കൾ പറഞ്ഞു തരിക. ജനൻ ടിവിയും BJPയും കേന്ദ്രമന്ത്രിയും അടക്കം ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ BJPയുടെ നേതാക്കന്മാർ ഓരോരുത്തരും ഓരോ മറുപടിയാ. സാധുവായ TG മോഹൻദാസിന്റെ മറുപടി അല്ല, ഗോപാലകൃഷ്ണന്റെ മറുപടി അതല്ല, സുരേന്ദ്രന്റെ മറുപടി അതല്ല, MT രമേശിന്റെ മറുപടി. അങ്ങനെ ആശയ വ്യക്തതയില്ലാതെ ഉത്തരങ്ങൾ പറയാൻ വല്ലാതെ പ്രതിസന്ധിയിലകപ്പെടുന്ന ഒരു BJPയുടെ ദുരവസ്ഥ, അതാണ് സാധുവായ TG മോഹൻദാസിൽ നിന്ന് വെളിപ്പെട്ടത്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഈ കേസ് അട്ടിമറിക്കാൻ, ഈ കേസിന്റെ സത്യത്തെ മറച്ചുവെക്കാൻ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കാളിയാകുന്നു. അതേ ആരോപണം ആവർത്തിക്കുകയാണ് ഡോക്ടർ ഷിജു ഖാൻ. കേസ് അട്ടിമറിക്കാൻ BJP നേതൃത്വം ശ്രമിച്ചുവോ എന്നാണ് ഷിജു ഖാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനും മറുപടി നൽകാൻ ഞാൻ TG മോഹൻദാസിന് അവസരം നൽകാം. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഞാനേ ഈ കോൺഗ്രസ് BJP ബന്ധത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. അതായത് ഞാനും ഷുക്കൂറും തമ്മിലുള്ള ബന്ധം. ഷുക്കൂർ ആലപ്പുഴക്കാരനാണ്. ഞാനും ജനിച്ചതും വളർന്നതും ആലപ്പുഴയിലാണ്. ഒരു 1/4 നൂറ്റാണ്ടേ ആയുള്ളൂ ഞാൻ കൊച്ചിക്കാരനായിട്ട്. അത് കോൺഗ്രസ് BJP ബന്ധത്തിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ എത്ര മണിയായി എന്ന് സുബീഷ് ചോദിച്ചാൽ 8 മണി കഴിഞ്ഞു എന്ന് ശ്രീ ഷുക്കൂറും പറയും, 8 മണി കഴിഞ്ഞു എന്ന് ഞാനും പറയും. ഒരേ ഉത്തരം കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും കിട്ടുന്നു. കോൺഗ്രസ് BJP ബന്ധത്തിൻ്റെ തെളിവായിട്ട് ഷിജു ഖാന് ഇത് ഉന്നയിക്കാം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഇപ്പൊ രാത്രിയാണോ പകലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുക്കൂറും രാത്രിയാണെന്ന് പറയും, ഞാനും രാത്രിയാണെന്ന് പറയും. കണ്ടോ, BJPയും കോൺഗ്രസും ഒരേ ഉത്തരം തരുന്നു, ഒരേ മനസ്സായിട്ട് അവരിയ്ക്കുന്നു എന്ന് ഷിജു ഖാന് വേണമെങ്കിൽ പെരുമ്പറയടിക്കാം. ഇതുപോലത്തെ ഈ ട്രിവിയൽ മാറ്റേഴ്സ് ഒക്കെ ഇട്ടിങ്ങനെ ചെയ്യരുത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഒരു ചർച്ചയിൽ നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ ഷിജു ഖാൻ പറയുന്ന ഒരു കാര്യം ശരിയാണെങ്കിൽ ശരിയെന്ന് ഞാൻ സമ്മതിക്കും, ഞാൻ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ഷുക്കൂർ സമ്മതിക്കും, അദ്ദേഹത്തിന് വിയോജിപ്പില്ലെങ്കിൽ അല്ല മോഹൻദാസ് പറഞ്ഞത് അല്ല ശരിയെന്ന് അദ്ദേഹം പറയും. ഇതൊക്കെ പാർട്ടികൾ തമ്മിലുള്ള അലയൻസ് ആണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ എന്താ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നവരാണോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കുറച്ചുകൂടെയൊക്കെ പക്വമായിട്ട് കാണണ്ടേ? ഞാൻ പറയട്ടെ, ഈ ചരിത്രം ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ജനസംഘവുമായിട്ടും BJPയുമായിട്ടും ഏറ്റവും അധികം കൂട്ടുകൂടിയിരിക്കുന്നത് CPMഉം CPIയുമാണ്. തൂക്കി അതെങ്ങനെ ശരിയാവും? കോൺഗ്രസ് ഞങ്ങളുമായിട്ട് ചേർന്ന് ഒരു കൂട്ടുകെട്ട് നിങ്ങൾക്ക് പറയണമെങ്കിൽ 91-ലെ ആ കോലീബി സഖ്യം ഉണ്ടല്ലോ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് എപ്പോഴെങ്കിലും ഞങ്ങളും കോൺഗ്രസും തമ്മിൽ കൂടിയതായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. ബദ്ധവൈരികളായ എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് ആ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, സത്യസന്ധമായിട്ട് നോക്കിയാൽ ഞങ്ങളുമായിട്ട് ഏറ്റവും അധികം തവണ കൂടിയതും പിണങ്ങിയതും CPMഉം CPIയുമാണ്. നല്ല പാർട്ടി ബുദ്ധിയുണ്ട്, അത് നിനക്കില്ലാത്തോണ്ട് തോന്നുന്നേ. പറഞ്ഞത് നിങ്ങൾ ഈ ആരോപണങ്ങൾ റേസ് ചെയ്യുമ്പോൾ കിട്ടിപ്പോയി എന്നും പറഞ്ഞ് എടുത്ത് ചാടരുത്. അതൊന്ന് അനലൈസ് ചെയ്യുക. ഇത് ആരെ സഹായിക്കാനാണ്? നമ്മളൊരു കുഴപ്പത്തിലായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ കുഴപ്പത്തിലായതുകൊണ്ട് ഷിജു ഖാന്റെ കാലിൽ കൂടെ പിരിച്ചു വലിച്ചിട്ട് ഷിജു ഖാനും കുഴപ്പത്തിലായി എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കാൻ തുടങ്ങിയാൽ ഇതിനൊരു അന്ത്യമുണ്ടാവില്ല. അവസാനം കുഴപ്പത്തിലാകുന്നത് ഞാൻ തന്നെയായിരിക്കും. പെട്ടെന്ന് വലിച്ചാൽ കിട്ടുന്ന കാലാണോ ഷിജു ഖാന്റെ എന്നൊക്കെ നോക്കിയിട്ട് വേണം വലിക്കാൻ. ഒരു BJPക്കാരെ പറഞ്ഞു അത് നുണയാണ്. ഞാൻ പറഞ്ഞു അത് നുണയാണെങ്കിൽ ഇതാണ് കോൺസിക്വൻസസ്. IBയുടെ നിരീക്ഷണത്തിലാണ് കസ്റ്റംസ് ഓഫീസ്. നാളെ അതിന് സമാധാനം പറയേണ്ടി വരും. ഇനി അത് സത്യമാണെങ്കിൽ അതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് അറിയേണ്ടി വരും.
ഇതൊക്കെ ആണ് ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് സുബീഷിന്റെ ചോദ്യത്തിനനുസരിച്ച് എൻ്റെ മറുപടി. വേറൊരു ചാനലിൽ വേറൊരു ചോദ്യം വരുമ്പോൾ അയാൾ വേറൊരു മറുപടി പറയും. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. ഇതിനർത്ഥം എന്താ? ഞങ്ങളാരും അന്യോന്യം ആലോചിച്ച് ട്യൂഷൻ എടുത്തിട്ട് ഒരേ രീതിയിൽ ചർച്ചയിൽ സംസാരിക്കണം കേട്ടോ, ഒരേ ഉദാഹരണം പറയണം കേട്ടോ. നീ അവിടെ തോറ്റു കഴിഞ്ഞാലോ, തോക്കുമ്പോൾ നമുക്ക് ഒച്ച വെച്ച് ജയിക്കാം, ഇങ്ങനെയൊക്കെ. ഞാൻ ഒരിക്കലും എൻ്റെ ലങ് പവർ കൊണ്ടല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇപ്പൊ പിണറായി വിജയൻ പറയുന്നത് എല്ലാ വിവരങ്ങളും കിട്ടിയാലല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ന്യായം കേൾക്കുന്നത്. സാധാരണ അന്വേഷിച്ചാണ് എല്ലാവർക്കും വിവരം കിട്ടാറുള്ളത്. ഇത് വിവരം കിട്ടിക്കഴിഞ്ഞിട്ട് അന്വേഷിക്കാൻ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അതാണ് സംശയത്തിലാക്കുന്നു. അക്കാര്യത്തിൽ ഷിജു ഖാന്റെ ഒരു വിശദീകരണം ആവശ്യമാണ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ 100-ലധികം ഇന്ത്യയിലെ കോൺഗ്രസിന്റെ MP-മാരും MLA-മാരും പിന്നെ PCCയുടെ പ്രസിഡന്റുമാരും കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോ BJPയുടെ കൂടാരത്തിലെത്തുന്നു. BJPക്കാർ റിസോർട്ട് ഒരുക്കി കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുപോകുന്നു. ഇതിനെയൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പൊ TG മോഹൻദാസ് സംസാരിച്ചത് BJPയുടെ വക്താവായിട്ടാണോ കോൺഗ്രസിന്റെ വക്താവായിട്ടാണോ എന്നതാണ്. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. നടത്തുന്ന നിലപാട്, കോൺഗ്രസ് നിലനിർത്തുന്ന മൗനം, BJPയുടെ നിലപാടിനോട് കോൺഗ്രസ് നടത്തുന്ന മൗനം, മറുപടി പറയണം. കുറിച്ചുള്ള നിലപാട് പറയണം. ഇപ്പൊ ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് തമാശരിക്കുള്ളൂ. അല്ല, ഇവർക്കൊക്കെ നേരം വെളുത്തത് ഈ ബാബറി മസ്ജിദ് 1992 ഡിസംബർ 6-ാം തീയതിയാണ് ഇവർക്കൊക്കെ ചരിത്രത്തിൽ നേരം വെളുത്തത്. ചരിത്രം പഠിച്ച ആള് ചരിത്രം പറയുന്നില്ല. 92 ഡിസംബർ 6 മുതലുള്ള ചരിത്രമേ അദ്ദേഹത്തിന് അറിയാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ശൂലം, ഭ്രൂണം, ഗർഭിണി എന്നൊക്കെ പറയാമായിരുന്നു. അതെന്തുകൊണ്ടോ അദ്ദേഹം പറഞ്ഞില്ല. ചുമ്മാ ഈ നോൺസെൻസിക്കലായിട്ടുള്ള ഇതൊക്കെ കൊണ്ടു നടക്കാതെന്ന്. ചരിത്രം പഠിക്കുക, ഉത്തർപ്രദേശിന്റെ, പഞ്ചാബിന്റെ, ബീഹാറിന്റെ ഒക്കെ ചരിത്രം പഠിക്കുക, റാം മനോഹർ ലോഹ്യ മുതലുള്ള ചരിത്രമെങ്കിലും പഠിക്കുക. അപ്പൊ മനസ്സിലാകും ആരൊക്കെ തമ്മിലാണ് പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടായത്. രണ്ടുപേരോടും ഞാൻ പറയുന്നു, ചരിത്രത്തിലേക്ക് പോകാനുള്ള സമയമില്ല. 8:25 നമുക്ക് അവസാനിപ്പിക്കണം. പ്ലീസ്, നമുക്ക് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം. ഷിജു ഖാൻ ദയവായി സഹകരിക്കുക. ചരിത്രത്തിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു മറ്റൊരവസരത്തിലതാകാം. TG പറയട്ടെ, പ്ലീസ്. നമുക്ക് ചരിത്രത്തിലേക്ക് പോകാനുള്ള സമയമില്ല ഡോക്ടർ ഷിജു ഖാൻ. പ്ലീസ് TG പെട്ടെന്ന്. സുബീഷ്, ഞാനിത് നേരത്തെ പറഞ്ഞില്ലേ, ഇത് അവസാനം CPM-ന്റെ ഫൈനൽ ടെക്നിക്ക്, എടാ നമുക്ക് ഒച്ച വെച്ച് ജയിക്കാമെടാ എന്നാണ്. അതാണ് ഇപ്പൊ ഈ ഷിജു ഖാൻ കാണിക്കുന്നത്. എനിക്ക് കാരണം ഞാൻ മനസ്സിലാക്കുന്നു. ഷിജുവിന് തടസ്സപ്പെടുത്താതിരിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്റെ 2 വാക്കുകൾ താങ്ങാൻ സാധിക്കുന്നില്ല ഷിജുവിന്. ഷിജു എന്തൊക്കെ സംസാരിച്ച് ഞാൻ മിണ്ടാതിരുന്നില്ല. അത് ബുദ്ധിമുട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കണം മിസ്റ്റർ. അങ്ങയുടെ വാദം അത്ര വലിയ ശക്തിമത്തല്ലോ. ഡോക്ടർ ഷിജു ഖാൻ, പ്ലീസ് എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. ആ ഒരു ജനാധിപത്യം മാനിക്കൂ. അവർ കൂടി സംസാരിക്കട്ടെ. 2 മിനിറ്റ്. TG കംപ്ലീറ്റ് ചെയ്യൂ. അല്ല, അങ്ങേര് ബഹളം വെച്ച് പിന്നെ ഞാൻ ബഹളം വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ജയിക്കുകയാണ്. താനൊക്കെ എന്ത് തരം മണ്ടന്മാരാണോ? ഹൈ റേഞ്ചിലെ ബെസ്റ്റ് ആണ് സാർ. ഞാൻ ഇതില്ല, എനിക്ക് ഈ ശ്വാസകോശത്തെ ഇങ്ങനെ ഉഷ്ണിപ്പിക്കാനൊന്നും ഉദ്ദേശമില്ല. അങ്ങേര് ബഹളം വെച്ചോട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ 2 സെന്റൻസ് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണല്ലോ ഈ പുഴു പോലെ ഇങ്ങനെ പെട്ടയ്ക്കുന്നത്, അടി കിട്ടിയ പോലെ. ഷിജു ഖാൻ, കണ്ടോ കുറ്റസമ്മതം നടത്തി കേട്ടല്ലോ.